CAAP കോഴ്സിൽ രണ്ട് തരം സ്കില്ലുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വൊക്കേഷണൽ സ്കിൽ, രണ്ട് എംപ്ലോയബിലിറ്റി സ്കിൽ. ഈ രണ്ട് സ്കില്ലുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ക്ലാസ്സുകൾ ഈ വിദ്യാലയം ചാനലിലൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ CAAP കോഴ്സിൽ 1ാം വർഷം വൊക്കേഷണൽ സ്കിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സ്കില്ലുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഓഫീസ് ഓട്ടോമേഷൻ സ്കിൽ, രണ്ട് മാനുവൽ അക്കൗണ്ടിംഗ് സ്കിൽ. ഓഫീസ് ഓട്ടോമേഷൻ സ്കില്ലിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഓഫീസ് വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് മാനുവൽ അക്കൗണ്ടിംഗ് സ്കിൽ നമ്മൾ പഠിക്കേണ്ടത് വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ അവരുടെ അക്കൗണ്ട്സ്, ബുക്സും രജിസ്റ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എഴുതി തയ്യാറാക്കുന്നത് എന്നാണ്. ഓക്കെ, നമുക്കറിയാം നമുക്ക് ചുറ്റും വിവിധങ്ങളായ സ്ഥാപനങ്ങളുണ്ട് അല്ലെ. ട്രേഡിംഗ് ഓർഗനൈസേഷൻസ്, മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്ലബ്സ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, അതുപോലെ ഓർഗനൈസേഷൻ, ചെറിയ തരത്തിലുള്ള സ്ഥാപനങ്ങൾ, മീഡിയം ടൈപ്പ് ഓർഗനൈസേഷൻ, ലാർജ് ടൈപ്പ് ഓർഗനൈസേഷൻ, വ്യത്യസ്തങ്ങളായ ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനുകൾക്കും അക്കൗണ്ടിങ് വളരെ വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. അപ്പൊ ഇത് മാനുവലി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് നമ്മുടെ 1ാം വർഷം ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന സ്കിൽ പഠിക്കുന്നതോടൊപ്പം അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുക മാനുവൽ അക്കൗണ്ടിങ്. അപ്പോൾ മാനുവൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽസ്, അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഓർ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്, അതല്ലെങ്കിൽ നമുക്ക് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയാവുന്ന ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ്, എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന്, അതുപോലെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് എന്ന് പറയുന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത്, ഡിഫൈൻ അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിനെ നമുക്ക് നിർവചിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ദ ഒറിജിൻ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, ദെൻ ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. നമുക്കറിയാം നമുക്ക് ചുറ്റും നിരവധി ഓർഗനൈസേഷൻസ് ഉണ്ട്. ട്രേഡിംഗ് ഓർഗനൈസേഷൻസ്, മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സൊസൈറ്റീസ്, സ്പോർട്സ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്സ്, ബാങ്ക്സ്, എ നമ്പർ ഓഫ് ഓർഗനൈസേഷൻസ് ക്യാൻ ബി സീൻ അറൌണ്ട് us. All these organizations maintain their own books of accounts. എല്ലാ ഓർഗനൈസേഷനും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സോ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് ആർ ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ബിസിനസിന്റെ ഭാഷയാണ്. സോ ദ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആർ റെക്കോർഡഡ് സിസ്റ്റമാറ്റിക്കലി സോ ആസ് ടു അസർട്ടൈൻ ദ ബിസിനസ് റിസൾട്ട്. അവരുടെ പ്രവർത്തനത്തിന് റിസൾട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് കംപ്ലീറ്റ് എഴുതി വെക്കണം. എത്രത്തോളം എക്സ്പെൻസ് ആയിട്ടുണ്ട്, എന്തെല്ലാം ഇൻകങ്ങൾ ലഭിച്ചിട്ടുണ്ട്, എന്താണ് ഒരു വർഷം പ്രവർത്തിച്ചതിന് ശേഷമുള്ള അവിടുത്തെ റിസൾട്ട്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. സോ all these things are to be recorded systematically. Okay, so comes to bookkeeping. So what is bookkeeping? Bookkeeping എന്ന് പറയാൻ എന്താ പറയുമ്പോൾ, bookkeeping means recording transactions സിസ്റ്റമാറ്റിക്കലി ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. അതായത് ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ്, ആ ട്രാൻസാക്ഷൻസ് ഫിനാൻഷ്യൽ ടേംസിലുള്ളതായിരിക്കണം. അത് നമ്മൾ മോണിറ്ററി വാല്യൂവിൽ നമ്മൾ മെഷർ ചെയ്യുന്നു, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. എവിടെ? സിസ്റ്റമാറ്റിക്കലായിട്ട് ബുക്സും രജിസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിനെ നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കാം. സോ ബുക്ക് കീപ്പിംഗ് ഹാസ് ഓൺലി സം ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്കകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ബുക്ക് കീപ്പിംഗിലേക്ക് നമ്മൾ എടുക്കുക. അതായത് ട്രാൻസാക്ഷൻസ് ഉണ്ടായാൽ ആ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോലെ അതിനെ നമ്മൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കുക. അതായത് ജേണലുകളിൽ, ലെഡ്ജറുകളിൽ രേഖപ്പെടുത്തുക. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ബുക്ക് കീപ്പിങ്ങിനകത്ത് വരിക. സോ ബുക്ക് കീപ്പിങ്ങിനകത്ത് വരുന്ന പ്രൈമറി ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? Identifying transactions, then recording such transactions in journals, then posting to ledger, then totaling, balancing and preparing trial balance. So bookkeeping has done by the bookkeeper even without much skill or knowledge
ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് ഒരുപാട് നോളജും സ്കില്ലും വേണമെന്നില്ല എന്ത് ചെയ്യാൻ, ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ. അതായത് ശരിക്കും ഒരു ക്ലറിക്കൽ ആക്ടിവിറ്റി മാത്രമാണ് ബുക്ക് കീപ്പിംഗ്. കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബുക്സും രജിസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ട്രാൻസാക്ഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് രേഖപ്പെടുത്തി വയ്ക്കാം. അങ്ങനെ രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞിട്ട് വരുന്ന ആക്ടിവിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, ഫണ്ട്സ് ഫ്ലോസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്, റേഷ്യോ അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. അതെല്ലാം അക്കൗണ്ടിങ്ങിന്റെ ഭാഗമാണ്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് വരുന്ന വരെയുള്ള ആക്ടിവിറ്റീസ് ആണ് ബുക്ക് കീപ്പിംഗ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുക, അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. എവിടെയാണ് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നത് അവിടെ നിന്നാണ് അക്കൗണ്ടിങ് ആരംഭിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് bookkeeping. So what is bookkeeping? Bookkeeping means recording transactions systematically in a set of books. It includes identifying transactions, recording transaction journals, then recording in ledger, then totaling and taking balance, then after preparing trial balance. So bookkeeping activities ends with the preparation of trial balance. Trial balance prepare ചെയ്യുന്നതോട് കൂടിയിട്ട് bookkeeping പ്രവർത്തനങ്ങളിൽ അവസാനിക്കുന്നു. Next goes to accounting. Accounting is a science. Just like other physical science or social science, accounting is a science. മറ്റേതൊരു വിഷയം പോലെ, അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പോലെ മറ്റേതൊരു വിഷയം പറയുന്നത് പോലെ അക്കൗണ്ടിങ്ങും എന്താണ്, അക്കൗണ്ടിങ്ങും ഒരു സയൻസ് മാത്രമാണ്, ഒരു സബ്ജക്റ്റാണ് അല്ലേ. സോ അക്കൗണ്ടിങ് is not only science but an art and involves a number of processes. ഇപ്പോൾ ഒരു ആർട്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു ആർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എന്തുണ്ടാവണം, സ്കിൽ ഉണ്ടാവണം. അത് ചെയ്യാനുള്ള ഒരു സ്കിൽ നമ്മൾ ആർജിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആർട്ട് വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അക്കൗണ്ടിങ്ങും ഒരു ആർട്ടാണ്. അത് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ടിങ് വർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ അക്കൗണ്ടിങ് ക്യാൻ ബി സെറ്റ് ആസ് എ പ്രോസസ്. ഇതൊരു പ്രോസസ്സാണ്. ഇറ്റ് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് പ്രോസസ്. ഒരുപാട് പ്രോസസ്സുകൾ ചേർന്നതാണ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് എ സയൻസ്, an art and process. Further, we can simply say it is the language of business. ബിസിനസിന്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ലാംഗ്വേജ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? ടു കമ്മ്യൂണിക്കേറ്റ് അതേഴ്സ് അല്ലേ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് ഉപയോഗിക്കുക. അപ്പോൾ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് അക്കൗണ്ടിങ്. ബിസിനസിന്റെ ഇടപാടുകൾ. അപ്പോൾ അക്കൗണ്ട്സ്, ഒരു ബിസിനസിന്റെ അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ കഥ അക്കൗണ്ട്സ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. സോ അക്കൗണ്ട്സ് കഥ പറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ അക്കൗണ്ട്സ് ടെൽസ് ദ സ്റ്റോറി ഓഫ് വാട്ട് ഈസ് ബീങ് ഡൺ ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് ആ സ്ഥാപനത്തിലെ അക്കൗണ്ട്സ് പരിശോധിക്കുന്നതോട് മനസ്സിലാക്കാൻ പറ്റും. സോ വി ക്യാൻ സേ അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ആൻഡ് now the modern system of accounting was developed very early in 13th century, and it is known as double entry system of accounting. The modern system of accounting is known as double entry system of accounting, and it was developed early in 1494. 1494 തന്നെ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. And it was developed by an Italian mathematician and the priest of a church whose name was Luca Bartolomeo Pacioli. In short, we say Luca Pacioli. Luca Pacioli നമ്മൾ ചുരുക്കി വിളിക്കാറുണ്ട്. ശരിക്കുള്ള പേര് ലൂക്ക ബാർത്തലോംസ് പാസിയോളി എന്ന പേരുള്ള ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ. അദ്ദേഹം പള്ളിയിലെ പുരോഹിതൻ കൂടിയായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തെടുത്തത്. 1494 ഇത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ തന്നെ ബുക്കായ സമ്മാദെ അരിത്തമെറ്റിക്ക ജോമെട്രി പ്രൊപ്പോർഷൻസ് ആൻഡ് പ്രൊപ്പോർഷണാലിറ്റ എന്ന പുസ്തകത്തിലാണ് ആദ്യമായി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വാസ് പബ്ലിഷ്ഡ് ബൈ മിസ്റ്റർ ലൂക്ക ബാർത്തലോംസ് പാസിയോളി in 1494 in his book Summa de Arithmetica, Geometry, Proportions and Proportionality. And this book is considered as the Bible of Accounting. The Bible of Accounting in the പേരിലാണ് അറിയപ്പെടുന്നത്. And hence he is considered as the father of accounting. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിന്റെ പിതാവായിട്ട് പരിഗണിക്കപ്പെടുന്നത് ലൂക്ക പാസിയോളിയാണ്. ലൂക്ക ബാർത്തലോംസ് പാസിയോളി എന്ന് പറയുന്ന
ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ് അക്കൗണ്ടിങ്ങിൻ്റെ പിതാവായിട്ട് പരിഗണിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ലെറ്റ് us see what is the definition of accounting. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം. അക്കൗണ്ടിങ് ഹാസ് എ നമ്പർ ഓഫ് ഡെഫിനിഷൻസ് given by different authorities. വ്യത്യസ്തങ്ങളായ അതോറിറ്റീസ് അക്കൗണ്ടിങ്ങിന് വ്യത്യസ്ത ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. എങ്കിലും അതിൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെടുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അഥവാ AICPA അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ ഡെഫിനിഷനാണ് വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സോ അക്കോർഡിംഗ് ടു AICPA, accounting may be defined as an art and process of identifying, recording, classifying and summarizing in a significant manner in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof. ഇതാണ് അവരുടെ ഡെഫിനിഷൻ. അപ്പോൾ എന്തൊക്കെയാണ് എലമെൻറ്റ്സ്? ഇറ്റ് ഈസ് an art and process. ഇത് ആർട്ടാണ്, ഒരു കലയാണ്. അതുമാത്രമല്ല ഇറ്റ് കംപ്രൈസസ് എ നമ്പർ ഓഫ് പ്രോസസ്സസ്. എന്തെല്ലാം പ്രോസസ്സാണ് ഉള്ളത്? ഐഡൻറ്റിഫൈ, ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ? എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്? ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് മോണിറ്ററി ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റണം, മെഷർ ചെയ്യാൻ പറ്റണം, അത് രേഖപ്പെടുത്താൻ പറ്റണം. അങ്ങനെയുള്ള നമ്മുടേതായ ബിസിനസ് ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ ഒരു സിഗ്നിഫിക്കൻറ്റ് മാനറിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചുമ്മാ ഇരുന്നാൽ മതിയോ? ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റെക്കോർഡിങ് രേഖപ്പെടുത്തുക. എവിടെ രേഖപ്പെടുത്തുക? ബുക്സിൽ രേഖപ്പെടുത്തുക, രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക, ജേണലുകളിൽ, ലെഡ്ജറിലൊക്കെ രേഖപ്പെടുത്തുക, റെക്കോർഡിങ്. പിന്നെ എന്ത് ചെയ്യാം? ക്ലാസിഫൈ തരംതിരിക്കുക. അപ്പോൾ ജേണൽ രേഖപ്പെടുത്താണ് റെക്കോർഡിങ് ഉദ്ദേശിക്കുന്നത്. ജേണലിലേക്ക് രേഖപ്പെടുത്തുക. ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്യുക? ലെഡ്ജറിലേക്ക് രേഖപ്പെടുത്തുക. ലെഡ്ജറിലേക്ക് രേഖപ്പെടുത്തുന്നതിനാണ് അവിടെ ക്ലാസിഫൈ. അതായത് അക്കൗണ്ട്സിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരേ കാറ്റഗറിയിലെ അക്കൗണ്ട്സ് ഒരു പർട്ടിക്കുലർ ലെഡ്ജറിലേക്ക് വരും. ഉദാഹരണത്തിന് പർച്ചേസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എല്ലാം പർച്ചേസ് അക്കൗണ്ടിൽ, സെയിൽസുമായി ബന്ധപ്പെട്ടതെല്ലാം സെയിൽസ് അക്കൗണ്ടിലും. അപ്പോൾ ജേണൽ രേഖപ്പെടുത്തുമ്പോൾ അങ്ങനെ അക്കൗണ്ട് സ്വഭാവം അനുസരിച്ചല്ലേ രേഖപ്പെടുത്തുക. അത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് രേഖപ്പെടുത്തുക. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിച്ചത് ആദ്യം, രണ്ടാമത് സംഭവിച്ചത് രണ്ടാമത്, ആ ഒരു ക്രമം അനുസരിച്ച് ഡേറ്റിൻ്റെ ഓർഡറിലാണ് എന്ത് ചെയ്യുക? ജേണൽ രേഖപ്പെടുത്തുക. എന്നാൽ അവിടുന്ന് ആ ലെഡ്ജറുകളുടെയെല്ലാം സ്വഭാവം അനുസരിച്ചിട്ട്, അക്കൗണ്ടിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഓരോ അക്കൗണ്ടിൻ്റെയും പ്രത്യേകം ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ലെഡ്ജറിലേക്ക് രേഖപ്പെടുത്തുന്നു. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പം ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനാണ്. ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളതാണ്. നമുക്ക് മണി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും, പണപരമായിട്ട് രേഖപ്പെടുത്താൻ പറ്റുന്ന ട്രാൻസാക്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആദ്യം ജേണൽ രേഖപ്പെടുത്തുക. ദെൻ അവിടുന്ന് അതിൻ്റെ ഓരോ കാറ്റഗറിയിലുള്ള ലെഡ്ജറുകൾ, അക്കൗണ്ട്സിനെയും അതിൻ്റേതായ ലെഡ്ജറുകളിലേക്ക് എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്ത് തരംതിരിച്ചെഴുതുക. ദെൻ എന്ത് ചെയ്യുക? സമ്മറൈസിങ്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ റെക്കോർഡിങ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ്. സമ്മറൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെറ്റ് റിസൾട്ട് കണ്ടുപിടിക്കുക. ഒരു വർഷത്തെ ബിസിനസ്സിൻ്റെ റിസൾട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി, ആ ടോട്ടൽ ആസ്തി എത്രയുണ്ട്, സ്വത്ത് എത്രയുണ്ട്, എത്ര ലൈബിലിറ്റീസ് ഉണ്ട്, എത്ര അസറ്റ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ സമ്മറൈസ് ചെയ്ത് കൊണ്ടുവരിക. സമ്മറൈസിങ് മീൻസ് ascertaining the result by preparing trading and profit and loss account and assessing the financial position by preparing balance sheet. Balance sheet prepare ചെയ്തിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ കൂടി കണ്ടുപിടിക്കുക. അങ്ങനെ സമ്മറൈസ് ചെയ്ത് കൊണ്ടുവരിക. സമ്മറൈസിങ്. പിന്നെ എന്ത് ചെയ്യുക? അത് മാത്രം കൊണ്ട് അക്കൗണ്ടിൽ തീരുന്നില്ല. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട്, ബിസിനസ്സിൻ്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക, വിശകലനം ചെയ്യുക. അതായത് നമ്മൾ ടോട്ടൽ സെയിൽസിൻ്റെ എത്ര % നമുക്ക് ലാഭം കിട്ടി, അതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പ്രോഫിറ്റ് ആണോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റുമായിട്ട് ഈ വർഷത്തെ പ്രോഫിറ്റ് എത്ര വ്യത്യാസമുണ്ട്, വേരിയേഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് പോലുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുണ്ടാവാം, സെയിം ടൈപ്പിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാവാം, അവർ നേടുന്ന പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ടിനെ പല തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുക. ഇതെല്ലാം അടങ്ങുന്നതാണ് അക്കൗണ്ടിങ്. ഓക്കെ, എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ട് ഡെഫിനിഷൻ എങ്ങനെ പറയാം? According to the American Institute of Certified Public Accountants defines accounting as the art and science of identifying, recording, classifying and summarizing in a significant manner in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ.
Next goes to double entry system accounting. What is double entry system accounting? എന്താണ് double entry system accounting എന്ന് പറഞ്ഞാൽ? Double entry system accounting is a scientific system of accounting in which two aspects, one debit and another credit aspects, are identified from each and every transactions and recorded systematically in those books of accounts. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തി വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് വിളിക്കാം. ഓക്കെ, ദ കോർ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദിസ് ഡബിൾ എൻട്രി സിസ്റ്റം അക്കൗണ്ടിങ് ഈസ് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഓൺഡ് ഫണ്ട്, ക്യാപിറ്റൽ ഓൺഡ് ഫണ്ടും അതുപോലെ ബോറോഡ് ഫണ്ടും കൂടി ചേർന്നതാണ് എന്നുള്ള ബേസിക് കോൺസെപ്റ്റിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഡബിൾ എൻട്രി സിസ്റ്റം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ എമർജ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് accounting means the scientific system of accounting in which two aspects, one debit and another credit aspect, are identified from each and every transactions and recorded systematically in the books of accounts, and thereby we ascertain the business result and financial position. Okay, this is what is called a double entry system of accounting. Our next area is objectives of accounting. Accounting in objectives, ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ്. To maintain systematic records. ഓർഗനൈസേഷൻ്റെ, ബിസിനസ് ഓർഗനൈസേഷൻ്റെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വയ്ക്കുന്നതിലൂടെ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ വ്യക്തമായ രേഖ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുക, ടു മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ്സ് സിസ്റ്റമാറ്റിക്കലി. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈസ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ബിസിനസ്സിൻ്റെ ലാഭമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ദർ ഷുഡ് ബി അക്കൗണ്ട്. അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ടിങ് ഒരു വർഷം അവസാനം ബിസിനസ്സിൽ എത്ര ലാഭം കിട്ടി, അവിടുത്തെ ഇൻകവും എക്സ്പെൻസും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി അക്കൗണ്ടിങ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഈസ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു അസർട്ടൈൻ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് സാമ്പത്തിക സ്ഥിതി. ഒരു നിശ്ചിത ഡേറ്റിൽ, സാധാരണ ഒരു വർഷം അവസാനിക്കുമ്പോൾ ലാഭനഷ്ടമെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ആ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നമുക്ക് അസസ് ചെയ്യാനായിട്ടുണ്ട്. അതായത് ടോട്ടൽ അസറ്റ്സ് എത്രയാണ്, ടോട്ടൽ ലയബിലിറ്റീസ് എത്രയാണ്, അവരുടെ ഓൺഡ് ഫണ്ട് എത്രയാണ്, ക്യാപിറ്റൽ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ അസസ് ചെയ്തിട്ട് അതൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ എഴുതി കാണിക്കണം. അങ്ങനെ അത്തരത്തിൽ ഫിനാൻഷ്യൽ പൊസിഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഉദ്ദേശം അത് തന്നെയാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു മാനേജ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും മാനേജ് ചെയ്യുക. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? അസറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ്സ് ഉണ്ട്. കറണ്ട് അസറ്റ്സും ഫിക്സഡ് അസറ്റ്സും ഒക്കെ ഉണ്ട്. അത് ലയബിലിറ്റീസും അത്തരത്തിൽ കറണ്ട് ലയബിലിറ്റീസും ഫിക്സഡ് ലയബിലിറ്റീസും ഒക്കെ ഉണ്ട്. ഈ ലയബിലിറ്റീസിനെയും അസറ്റ്സിനെയൊക്കെ മാനേജ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഒരു ഓർഗനൈസേഷനിൽ എക്സസ് ക്യാഷ് ഉണ്ട്, എക്സസ് ആയിട്ട് ക്യാഷ് ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി അക്കൗണ്ടിങ്. അവിടെ അക്കൗണ്ടിങ് ഉണ്ടാവണം. അങ്ങനെ എക്സസ് ക്യാഷ് ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാഷ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ സെറ്റിലിംഗ് ദർ ഡെറ്റ്സ്. അവരുടെ കടങ്ങൾ, പലിശ കൊടുക്കുന്ന കടങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വരുന്ന തരത്തിൽ കടങ്ങൾ ഒന്ന് കൊടുത്തു തീർക്കാം. അതല്ലെങ്കിൽ ഈവൻ വി ക്യാൻ ഡെപ്പോസിറ്റ് അവർ ബാങ്ക്, വി ഏൺ ഇൻട്രസ്റ്റ് ഓൺ സച്ച് ഡെപ്പോസിറ്റ്സ്. അങ്ങനെ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതിനെന്താവശ്യമാണ്? അക്കൗണ്ടിങ് ആവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെന്റ് ഫോർ ടേക്കിംഗ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. റാഷണലായിട്ട് യുക്തിപരമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെൻറ്റിന് ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കുക. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് അക്കൗണ്ടിങ്ങിൻ്റെ. മാനേജ്മെൻറ്റ് ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് ക്രൂഷ്യലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അവർക്ക് മെറ്റീരിയൽസ് ഇപ്പോൾ വാങ്ങണോ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടണോ കുറയ്ക്കണോ, സെല്ലിംഗ് പ്രൈസ് കൂട്ടണോ കുറയ്ക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ക്രൂഷ്യൽ ഡിസിഷൻസ് ആണ്. അതുപോലെ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അത്തരത്തിൽ ഡിസിഷൻ എടുക്കാൻ ആവശ്യമായ ഇൻഫർമേഷൻ ആര് കൊടുക്കണം? അക്കൗണ്ടിങ് കൊടുക്കണം. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയാൻ പറ്റുന്നത് ഗിവ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് റാഷണൽ ഡിസിഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിറ്റക്ട് ആൻഡ് പ്രിവെൻറ്റ് എറേഴ്സ്. എറേഴ്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക.
അക്കൗണ്ടിങ്ങിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കുക? അപ്പം നമുക്കറിയാം ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ അതിൻ്റെ മാത്തമാറ്റിക്കൽ ആയിട്ട് എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രമല്ല പിന്നെയും എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഓഡിറ്റിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അത്തരത്തിൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് എന്താവശ്യമാണ്? അക്കൗണ്ടിങ് ആവശ്യമാണ്. ഡബിൾ എൻട്രി സിസ്റ്റം അക്കൗണ്ടിങ്ങിനകത്ത് ഡ്യുവൽ ആസ്പെക്ട് എൻറ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള എറേഴ്സ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡിറ്റക്റ്റിംഗ് ആൻഡ് പ്രിവെൻറ്റിംഗ്, അങ്ങനെ ഇനി വരാതിരിക്കാനുള്ള നടപടികളെടുക്കുക, എറേഴ്സ് ഉണ്ടാകാതിരിക്കുന്ന നടപടികളെടുക്കുക. അപ്പം ഡിറ്റക്റ്റിംഗ് ആൻഡ് പ്രിവെൻറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു ലക്ഷ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഓബ്ജക്റ്റ് ഈസ് ടു ഡിറ്റക്ട് ആൻഡ് പ്രിവെൻറ്റ് ഫ്രോഡ്. ഫ്രോഡ് എന്ന് പറയാൻ ചതി, വഞ്ചന, പറ്റിപ്പ്, തട്ടിപ്പ്, ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, ഫ്രോഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസോ അല്ലെങ്കിൽ മാനേജർ പേഴ്സൺസോ ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓർഗനൈസേഷൻ്റെ അസറ്റ്സ്, സ്വത്തുക്കളോ അല്ലെങ്കിൽ ക്യാഷോ ഗുഡ്സോ ഒക്കെ എന്ത് ചെയ്യാം, അവിടെ നിന്ന് കൈക്കലായി കൊണ്ടുപോകാം. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകളോ അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻ വരുത്താം. അക്കൗണ്ട്സിൽ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ട് മാനിപ്പുലേഷൻസ് വരുത്തിയിട്ട് അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ എൻജോയ് ചെയ്യത്തക്ക രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻ വരുത്താം. ഇതൊക്കെ എന്താണ്, ഫ്രോഡാണ്. ഇങ്ങനെയുള്ള ഫ്രോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എന്താവശ്യമാണ്? അക്കൗണ്ട്സ് ആവശ്യമാണ്, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അതിന് വരാതിരിക്കാനും ഇതാവശ്യമാണ്. അതുപോലെ ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കുക? ഓഡിറ്റിങ്ങിലൂടെയാണ് കണ്ടുപിടിക്കുക. ഓഡിറ്റിംഗ് നടത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ അക്കൗണ്ടിങ് ആവശ്യമാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് ഡിറ്റക്റ്റിംഗ് ആൻഡ് പ്രിവെൻറ്റിംഗ് ഫ്രോഡ്സ്. ഡിറ്റക്റ്റിംഗ് ഫ്രോഡ്സ് ആൻഡ് പ്രിവെൻറ്റിംഗ് ഫ്രോഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് കോസ്റ്റ് ആൻഡ് പ്രോപ്പർട്ടി ഓഡിറ്റ്. കോസ്റ്റ് ഹിയർ മീൻസ് എക്സ്പെൻസ്, ടോട്ടൽ എക്സ്പെൻസ്. ഒരു ഓർഗനൈസേഷൻ എക്സ്പെൻസ് അധികരിച്ച് പോകുന്നുണ്ടോ, എക്സ്പെൻസ് മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് നിൽക്കുന്നുണ്ടോ, എക്സസ് ആയിട്ട് എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഓഡിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കോസ്റ്റ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഓഡിറ്റ്. പ്രോപ്പർട്ടി മീൻസ് അസറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് ഉണ്ടാവും. ആ ഫിക്സഡ് അസറ്റ്സിൻ്റെയും എല്ലാം കോസ്റ്റ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് പ്രോപ്പറായിട്ട് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും ഇത് ഈ അസറ്റിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ പൊസഷൻ, അതിൻ്റെ വാല്യൂ, ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് ഓഡിറ്റർക്ക് പരിശോധിക്കണമെങ്കിൽ ദേ ഷുഡ് ബി അക്കൗണ്ടിങ് ഓഫ് സച്ച് അസറ്റ്സ്. അസറ്റ്സിൻ്റെ അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ അതെല്ലാം പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെന്ന് അസർട്ടൈൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഈസ് ടു മാനേജ് ടാക്സ് ആൻഡ് സോഷ്യൽ ഓഡിറ്റ്. മാനേജ് ടാക്സ്. ടാക്സ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവരി ഓർഗനൈസേഷൻ ഹാസ് ടു give a percentage of profit as tax, a percentage of net profit as tax to the government. അപ്പോൾ ടാക്സ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? അക്കൗണ്ടിങ് വേണം. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട മറ്റു ലക്ഷ്യമാണ് എന്ത് ചെയ്യുക? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്, അസസ് ചെയ്യുക. ടാക്സ് ലയബിലിറ്റി അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റ്. എല്ലാ ഓർഗനൈസേഷനും ഉണ്ട് ഒരു സോഷ്യൽ ആസ്പെക്ട്, അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. അത് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ ആവാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ആവാം, അല്ലെങ്കിൽ എംപ്ലോയീസിന് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതിലൂടെ ആവാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഏതൊരു ഓർഗനൈസേഷൻ ഉണ്ടാകും. അത്തരത്തിലുള്ള സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് വാല്യൂ നമുക്ക് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി accounting ഉണ്ടാവണം. And the last but not the least point is to provide financial information to the interested parties. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് മീൻസ് താല്പര്യമുള്ള വ്യക്തികൾ. ഒരു ബിസിനസ്സിനോട് താല്പര്യമുള്ള വ്യക്തികൾ ആരൊക്കെ ആവാം? പ്രധാനമായിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. അതുപോലെ അതർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഓണേഴ്സ്, അവർക്ക് അറിയേണ്ടതായിട്ടുണ്ട് ആ ബിസിനസ് നല്ല രീതിയിലാണ് പോകുന്നത്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഓഫ് ഓണേഴ്സ് ആയിരിക്കും, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അതിൻ്റെ ഓണേഴ്സ് ആയിട്ട് വരിക. അവർക്ക് ആ കമ്പനിയെക്കുറിച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ദ ഷുഡ് ബി അക്കൗണ്ടിങ്ങിൻ്റെ റിപ്പോർട്ട്സ്, ഫ്രീക്വൻ്റ് അല്ല റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ അതിലൂടെ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഓണേഴ്സ്, ബാങ്കിൽ നിന്ന് വായ്പയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഫ്രീക്വൻ്റ് ആയിട്ട് സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. പ്രോപ്പറായിട്ടാണ് പോകുന്നത്, അതിന് ലിക്വിഡിറ്റി ഒക്കെ ഉണ്ടോ, അസറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ഉണ്ടോ, പ്രോഫിറ്റ് ഉണ്ടോ, പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ ബാങ്കേഴ്സ്, അതിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ്, ഗവൺമെൻറ്, ജനറൽ പബ്ലിക്, ഇവരൊക്കെ എന്താണ്? ഇൻട്രസ്റ്റഡ് പാർട്ടീസാണ്. ഓൾ ദോസ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഹാവ് ഇൻട്രസ്റ്റ് ടു നോ അബൌട്ട് ദ ഓർഗനൈസേഷൻ. എങ്ങനെ ബിസിനസ്സിനെ കുറിച്ച് അറിയാൻ പറ്റും? ദേ ക്യാൻ നോ ദ ബിസിനസ് by reading their financial statements, profit and loss and financial statements which are published periodically at the end of year or half yearly or quarterly reports ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം വെച്ച് നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഈ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കുക. Let us see the objectives of accounting one by one.
First object is to maintain systematic records. Second object is to ascertain profit or loss of the business. Third, to ascertain true financial position of the business. Fourth, to manage assets and liabilities of the organization. Fifth, to provide information to the management for taking rational decisions. Sixth, to detect and prevent errors, accounting errors. Then next point, to detect and prevent frauds. The next objective is to facilitate cost audit and property audit. Next objective is to manage tax and social audit. And finally, to provide information to the interested parties. These are the various objectives of accounting. The next topic is basic terms in accounting. അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ടേമുകൾ, അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ബേസിക് ടേംസ്. അപ്പോൾ എല്ലാ ടേംസും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ല. കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്യാം. ബാക്കി വരുന്ന ടേംസ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടേം ഈസ് അക്കൗണ്ട്. വാട്ട് ഈസ് ആൻ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആൻസർ പറയാം. അക്കൗണ്ട് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ഡിവൈസ് ഇൻ വിച്ച് വി റെക്കോർഡ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് നമ്മൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് മാത്രമാണ് അക്കൗണ്ട്. In other words, account is a device which is used to record the changes in the values of assets, liabilities and capital of an enterprise. ഒരു enterpriseലെ അസറ്റ്സിനോ ലൈബിലിറ്റീസിനോ ക്യാപിറ്റലിനോ അതിൻ്റെ വിലയിൽ വ്യത്യാസം വരികയാണെങ്കിൽ അത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അക്കൗണ്ട്. അപ്പോൾ അസറ്റ്സിൻ്റെ വിലയിൽ വ്യത്യാസം വരിക എന്ന് പറഞ്ഞപ്പോഴാണ് അസറ്റ്സ്, ഫോർ എക്സാമ്പിൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ സെയിൽസ് നടത്തി ക്യാഷ് ഇങ്ങോട്ട് ഇടുമ്പോൾ ക്യാഷിൻ്റെ അളവ് കൂടും. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി. അത് ഏതെങ്കിലും എക്സ്പെൻസിന് വേണ്ടി നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, പേയ്മെൻറ്റ് കൊടുക്കുന്നു, അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. ഇതുപോലെ ഓരോ അസറ്റ്സും ഒരു ട്രാൻസാക്ഷൻ്റെ ഇമ്പാക്റ്റോട് കൂടി, ട്രാൻസാക്ഷൻ ഇമ്പാക്റ്റ് കൊണ്ട് അതിന് ചേഞ്ചസ് വരുന്നു. അസറ്റ്സിന് വ്യത്യാസം വരാം, ലൈബിലിറ്റീസിന് വ്യത്യാസം വരാം, ക്യാപിറ്റലിന് വ്യത്യാസം വരാം. അപ്പോൾ അത് ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇടപാടുകളിലൂടെ ഇങ്ങനെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് അക്കൗണ്ട്. Okay, account is a device which is used to record the changes in the values of assets, liabilities and capital of an enterprise, and it is prepared in T form. Asset നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? T ഫോമിലാണ് പ്രിപ്പയർ ചെയ്യുക. ഡ്രോൺ ഇൻ T form. Left hand side is known as debit side and right hand side is known as credit side. Okay, that is about account. Next is the term debit and credit. അക്കൗണ്ടിങ്ങിൽ വളരെയധികം വൈഡായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ടേമുകളാണ്, ടെർമിനോളജീസ് ആണ് ഡെബിറ്റ് ക്രെഡിറ്റ്. Okay, so the term debit and credit are the terminologies used in accounting, which means either an increase or decrease in the values of assets, liabilities, capital, income and expense. അതായത് അസറ്റ്സിലോ ലൈബിലിറ്റീസിലോ ക്യാപിറ്റലിലോ അതല്ലെങ്കിൽ ഇൻകത്തിലോ എക്സ്പെൻസിലോ എന്തെങ്കിലും ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാവുകയാണെങ്കിൽ അത് രേഖപ്പെടുത്താൻ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന ടേം ഉപയോഗിച്ച് പറയാം. സോ അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അസറ്റ് ഡെബിറ്റ്, അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അസറ്റ് ക്രെഡിറ്റ്. അതുപോലെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ക്രെഡിറ്റ്, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ഡെബിറ്റ്. എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ എക്സ്പെൻസ് ഡെബിറ്റ്. അതുപോലെ എക്സ്പെൻസ് കുറയുകയാണെങ്കിൽ എക്സ്പെൻസ് ക്രെഡിറ്റ്. അങ്ങനെ അസറ്റ്സിനും എക്സ്പെൻസിനും ഒരു നിയമമാണ്. ബാക്കി വരുന്ന ക്യാപിറ്റൽ, ലയബിലിറ്റി, ഇൻകം ഇതിന് രണ്ടാമത്തെ നിയമമാണ്, സെക്കൻഡ് റൂളാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റൂൾ. അസറ്റ്സിൻ്റെ എക്സ്പെൻസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റൂളാണ് ഇതിനൊക്കെ ക്യാപിറ്റൽ, ഇൻകം, ലയബിലിറ്റി. അപ്പോൾ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂസ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ അത് കൂടുന്നു കുറയുന്നു പറയുന്നതിന് പകരം നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നു? ഈ വാക്കുകൾ ഏതൊക്കെയാണ്? ഡെബിറ്റ്, ക്രെഡിറ്റ് എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ദ മീനിങ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇൻ അക്കൗണ്ടിങ്. നെക്സ്റ്റ് ടേം ഈസ് അസറ്റ്സ്. അസറ്റ്സ് ആർ തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ്. ഉടമസ്ഥതയിലുള്ള മൂല്യമുള്ള സാധനങ്ങളെ നമുക്ക് അസറ്റ്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒത്തിരി പ്രോപ്പർട്ടീസ്, അസറ്റ്സ്, സ്വത്തുവകകൾ ഉണ്ടാകാം. ലാൻഡ് ഉണ്ടാകാം, ബിൽഡിംഗ് ഉണ്ടാകാം, പ്ലാന്റ്, മെഷീനറി തുടങ്ങി നിരവധി പ്രോപ്പർട്ടീസ് ഉണ്ടാകാം. ഈ പ്രോപ്പർട്ടീസിനെയാണ് എന്ത് വിളിക്കുക? അസറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ എന്തൊക്കെ വേണം? അതിൻ്റെ ഓണർഷിപ്പ് വേണം. അത് മാത്രമല്ല അതിന് വാല്യൂ ഉണ്ടാകണം, മൂല്യം ഉണ്ടാകണം. സോ ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ് ഒരു എക്സാമ്പിൾസ്? ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, ക്യാഷ്, സൺട്രി ഡെറ്റേഴ്സ്. പൈസ തരാനുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റാണ്. ഓക്കെ, സൺട്രി ഡെറ്റേഴ്സ്. അതുപോലെ ഇൻവിസിബിൾ ആയിട്ടുള്ള ചില അസറ്റ്സ് ഉണ്ട്.
ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, പേറ്റന്റ്, ഗുഡ് വിൽ തുടങ്ങിയ കാണാൻ കഴിയാത്ത ചില അസറ്റുകളുണ്ട്. ഇതൊക്കെ തന്നെ അസറ്റ്സ് ആണ്. അതിനെല്ലാം വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്. അത് മാത്രമല്ല ബിസിനസിന്റെ ഉടമസ്ഥതയിലുള്ള ഓണർഷിപ്പും ഉണ്ട്. Then we can say these are assets. So assets are things of value owned. Next, classification of assets. Assets can be classified on the basis of visibility, or on the basis of its usage, or on the basis of its changes in value, or on the basis of its nature. അപ്പോൾ അസറ്റ്സിനെ കാണാൻ കഴിയുക അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത് കഴിയാത്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ യൂസേജിൻ്റെ അടിസ്ഥാനത്തിലോ ആ അസറ്റിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലോ നമുക്ക് പല പല കാറ്റഗറി ആയിട്ട് തിരിക്കാവുന്നതാണ്. അതിൽ ഫസ്റ്റ് കാറ്റഗറി, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ടാഞ്ചിബിലിറ്റി ഓർ വിസിബിലിറ്റി. ടാഞ്ചിബിലിറ്റിയുടെയോ അല്ലെങ്കിൽ വിസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അസറ്റ്സിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ്, രണ്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ എന്താ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പറയും പോലെ തന്നെയാണ്. ടാഞ്ചിബിൾ അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് ഹൂസ് പ്രസൻസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഐസ് ഓർ ഹാൻഡ്സ്. നമ്മുടെ കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ തൊട്ടോ കണ്ടോ മനസ്സിലാക്കാൻ കഴിയുന്ന, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ടാഞ്ചിബിൾ അസറ്റ്സ്. എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, ക്യാഷ്, സ്റ്റോക്ക്, അല്ലെ? ഓൾ ദീസ് ആർ ടാഞ്ചിബിൾ അസറ്റ്സ്. Then what is intangible assets? Intangible assets are those assets whose presence cannot be identified with the help of eyes or hands. നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സിന് ക്യാൻ ബി ഐഡന്റിഫൈഡ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് cannot be identified with the help of eyes or hands. So what are the example of intangible assets? Intangible assets examples ഏതൊക്കെയാണ്? ട്രേഡ് മാർക്ക് is an example, copyright, patent, goodwill. All these assets are intangible assets because these cannot be identified with the help of eyes or hands. നമുക്ക് കണ്ണുകൊണ്ട് കാണുവാനോ തൊട്ട് നോക്കി മനസ്സിലാക്കാനോ പറ്റാത്ത അസറ്റ്സ് ആണ്. അതിന് വാല്യൂ ഉണ്ട്, അതിൻ്റെ ഉടമസ്ഥാവകാശവും നമ്മുടെ സ്ഥാപനത്തിനുണ്ട്. Then such assets are called intangible assets. Next classification of asset is on the basis of its fluctuation in value or on the basis of its usage. So on the basis of its fluctuation or usage, assets can be classified into two categories. First one is fixed asset, second is current assets. Then what is fixed asset? Fixed assets are those assets whose value remain fixed. ഫിക്സഡ് അസറ്റിന്റെ പേര് പറയുന്ന പോലെ തന്നെ അതിന്റെ വാല്യൂ ഫിക്സ്ഡ് ആയി തന്നെ നിൽക്കുന്ന അസറ്റ്സ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, എസ്പെഷ്യലി മോർ ദാൻ 1 year. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ കാലം ഒരു അസറ്റ്സിന്റെ വാല്യൂ ഫിക്സഡ് ആയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് അസറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഓർ ദ യൂസേജ് ഓഫ് സച്ച് അസറ്റ് ഈസ് മോർ ദാൻ 1 year. ഒന്നിൽ കൂടുതൽ വർഷക്കാലം നമ്മൾ അസറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ അതർ വേസ് we can say these fixed assets are income generating assets. Some of the fixed assets are income generating assets. For example, plant and machinery. They are used in an organization for generating income. ആ സ്ഥാപനത്തിന്റെ വരുമാനം, ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് ഫിക്സഡ് അസറ്റ്സ് ആണ്. ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് ആണ്. വാല്യൂ ഫിക്സ്ഡ് ആയി തന്നെ നിൽക്കുന്നു, ഒന്നിൽ കൂടുതൽ വർഷം ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള അസറ്റ്സിന് നമുക്ക് എന്ത് വിളിക്കാം? ഫിക്സഡ് അസറ്റ്സ്. എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, equipments, etc. These are fixed assets. Next is current assets. Current assets or floating assets means the value of such assets fluctuate or floating within a short period of time, especially within 1 year. ഒരു വർഷത്തിനകത്ത് തന്നെ അസറ്റ്സിന്റെ വാല്യൂ ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓർ ദോസ് അസറ്റ്സ് ഹൂസ് യൂസേജ് ഈസ് ലിമിറ്റഡ് വിതിൻ 1 year. ഒരു വർഷത്തിനകത്തേക്ക് ലിമിറ്റ് ചെയ്തിരിക്കുന്ന യൂസേജ് ഉള്ള അസറ്റ്സ്. Such assets are called current assets. Okay, example cash. ക്യാഷിന്റെ വാല്യൂ ട്രാൻസാക്ഷൻസ് നടക്കുന്നതനുസരിച്ച് വാല്യൂ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ബാങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്നതനുസരിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റിന്റെ എമൗണ്ട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ സ്റ്റോക്ക് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വർഷത്തിനകത്ത് നിരവധി തവണ. സോ സ്റ്റോക്ക് ഈസ് എ കറണ്ട് അസറ്റ്. അതുപോലെ സൺഡ്രി ഡെറ്റേഴ്സ്, നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് തരാനുള്ള ആൾക്കാരില്ല, സൺഡ്രി ഡെറ്റേഴ്സ് വിളിക്കും. സൺഡ്രി ഡെറ്റേഴ്സ് ഈസ് എൻ അസറ്റ് ഓർ അക്കൗണ്ട്സ് റെസീവബിൾ ഈസ് എൻ അസറ്റ്. All such assets are changing, value is changing frequently within a short period of time, within 1 year. Okay, in other words, if an asset is realized or asset can be realized within 1 year, such assets are called current assets. അപ്പോൾ പല തരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിനകത്ത് നമുക്ക് വിലയിൽ ഒരുപാട് വ്യത്യാസം, വിലയിൽ പല പല സമയങ്ങളിൽ വ്യത്യാസം വരുന്ന അസറ്റ്സ് കറണ്ട് അസറ്റ്സ് ആണ്. ഒരു വർഷത്തിനകത്ത് യൂസുള്ള അസറ്റ്സ് കറണ്ട് അസറ്റ്സ് ആണ്. അതുപോലെ തന്നെ
ഒരു വർഷത്തിനകത്ത് നമുക്ക് അത് വിറ്റ് ക്യാഷാക്കാൻ പറ്റുന്ന ഒരു അസറ്റ് ആണെങ്കിൽ അതും എന്താണ് കറണ്ട് അസറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അസറ്റ് ഈസ് വേസ്റ്റിംഗ് അസറ്റ്സ്. Wasting assets are those assets whose value diminishes or decreases due to its constant extraction or continuous extraction. For example, a coal mine or an oil mine or a quarry which are extracted continuously, because of which the value of such asset is decreasing or reducing. അതായത് ഒരു കോറിയോ അല്ലെങ്കിൽ ഒരു എണ്ണ ഖനിയോ ഒരു കൽക്കരി ഖനിയോ കൊണ്ടെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂ, ബാക്കിയുള്ള അസറ്റ്സിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അത്തരം അസറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്സ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ദി ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആർ നോട്ട് റിയൽ അസറ്റ്സ്. ദേ ആർ അൺറിയൽ അസറ്റ്സ് which are shown on the asset side of the balance sheet. For example, preliminary expenses, unwritten portion of preliminary expenses or unwritten portion of deferred revenue expenditure or accumulated losses which are shown as assets on the asset side of the balance sheet. Then we can say these are fictitious assets. Next term is liabilities. Liabilities are the debts owed. അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കടങ്ങളെയാണ്, ബാധ്യതകളെയാണ് ലൈബിലിറ്റീസ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ബാങ്ക് ലോൺ, അക്കൗണ്ട്സ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഓൾ ദീസ് ആർ കൺസിഡർഡ് ആസ് ലൈബിലിറ്റീസ്. അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, തിരിച്ചു കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഗുഡ്സ് കടമായി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, സപ്ലൈസിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, നമ്മൾ ഏതെങ്കിലും സർവീസ് സ്വീകരിച്ചു അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ സാലറി, ലാസ്റ്റ് മന്തിൻ്റെ സാലറി പെൻഡിങ് ആയി നിൽക്കുകയാണ്, കൊടുത്തിട്ടില്ല, അങ്ങനെയാണ് കൊടുക്കാനുണ്ട് എങ്കിൽ അതെല്ലാം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഓൾ ദീസ് ആർ കൺസിഡർഡ് ആസ് ലൈബിലിറ്റീസ് ഓർ ലൈബിലിറ്റീസ് ആർ ദ ഡെറ്റ്സ് ഔഡ്. ഈ ലൈബിലിറ്റീസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? ഷോർട്ട് ടൈം ലൈബിലിറ്റിയും ലോങ് ടൈം ലൈബിലിറ്റിയും, അല്ലെങ്കിൽ ലോങ് ടൈം ലൈബിലിറ്റിയും ഷോർട്ട് ടൈം ലൈബിലിറ്റിയും. സോ ലോങ് ടൈം ലൈബിലിറ്റീസ് ആർ ദ ഡെറ്റ്സ് which are to be repaid after 1 year. ഒരു വർഷത്തിന് ശേഷം കൊടുത്തു തീർക്കേണ്ട ലൈബിലിറ്റീസിനെ നമുക്ക് ലോങ് ടൈം ലൈബിലിറ്റീസ് എന്ന് വിളിക്കാം. ലോങ് പീരീഡിന് ശേഷം റീപേയ്മെന്റ് വരുന്ന ലൈബിലിറ്റീസിനെ ലോങ് ടൈം ലൈബിലിറ്റീസ് എന്ന് വിളിക്കാം. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ദ റീപേയ്മെന്റ് ഈസ് ടു ബി മെയ്ഡ് വിതിൻ എ പീരീഡ് ഓഫ് 1 year, ഒരു വർഷത്തിനകത്ത് തന്നെ കൊടുത്തിരിക്കേണ്ട ലൈബിലിറ്റീസ് ആണെങ്കിൽ ഷോർട്ട് ടൈം ലൈബിലിറ്റീസ് എന്ന് വിളിക്കാം. സോ ദീസ് ആർ അബൌട്ട് ലൈബിലിറ്റീസ്. ദ നെക്സ്റ്റ് ടൈം ഈസ് ക്യാപിറ്റൽ. Capital is the amount invested by the owner or owners in the organization. ഓർഗനൈസേഷനിൽ ഓണർ അല്ലെങ്കിൽ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഓക്കെ, ഇറ്റ് മേ ബി ബൈ വേ ഓഫ് ബ്രിങ്ങിങ് ക്യാഷ് ഇൻ ടു ദ ഓർഗനൈസേഷൻ ഓർ സ്റ്റോക്ക് ഇൻ ടു ദ ഓർഗനൈസേഷൻ ഓർ ബൈ ബ്രിങ്ങിങ് അസറ്റ്സ് ഇൻ ടു ദ ഓർഗനൈസേഷൻ. അപ്പോൾ അസറ്റ്സ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ സ്റ്റോക്ക് ആയിട്ടോ ഏത് തരത്തിലായാലും ശരി തന്നെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് സ്വന്തമായിട്ടുള്ള ഫണ്ട്, ഓൺഡ് ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബിസിനസ് നടത്താൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയെ നമുക്ക് എന്ത് വിളിക്കാം? ക്യാപിറ്റൽ എന്ന് വിളിക്കുക. സോ ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഓർ ഓണേഴ്സ് ഇൻ ദ ബിസിനസ്. നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത ടേമുകൾ, ഫസ്റ്റ് അക്കൗണ്ട്, എന്താണ് അക്കൗണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അക്കൗണ്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിനകത്തുള്ള ടേംസ് ആയിരുന്നു അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ. അപ്പോൾ അസറ്റ് എന്താണ്, ലൈബിലിറ്റി എന്താണ്, ക്യാപിറ്റൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ ലൈബിലിറ്റിയുടെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ ക്യാപിറ്റൽ, ഇത്രയും കാര്യങ്ങൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കൗണ്ട്സ്. അപ്പോൾ അക്കൗണ്ട് എന്ന് പറയുന്ന ടേമും അതിനകത്തുള്ള പദങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് മെയിൻലി ഇൻ ടു 2 categories. First one is personal account. Second category is impersonal accounts. These impersonal accounts can again be classified into 2, real account and nominal accounts. അപ്പോൾ അക്കൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഇങ്ങനെയാണ്. അക്കൗണ്ട്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, രണ്ട് ഇംപേഴ്സണൽ അക്കൗണ്ട്. ഇംപേഴ്സണൽ അക്കൗണ്ടിനെ അഗെയിൻ രണ്ടായി തിരിച്ചിട്ടുണ്ട്. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അങ്ങനെ 3 തരം ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇനി എന്താണ് പേഴ്സണൽ അക്കൗണ്ട്? പേഴ്സണൽ അക്കൗണ്ട്സ് ആർ ദ അക്കൗണ്ട്സ് ഇൻ ദി നെയിംസ് ഓഫ് പേഴ്സൺസ്, ഫേംസ് ഓർ കമ്പനീസ്. വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ കമ്പനികളുടെയോ പേരിലുള്ള അക്കൗണ്ടിന് പറയുന്ന പേരാണ് പേഴ്സണൽ അക്കൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ, ബാബുസ് അക്കൗണ്ട് or Raju's account or A&B company account. These are what? Personal accounts. വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ ഫേമുകളുടെയോ, പാർശ്വ ഫേമുകളുടെയോ ഒക്കെ പേരിലുള്ള അക്കൗണ്ടുകളെ നമുക്ക് എന്ത് വിളിക്കാം?
personal accounts. Then what is real account? Real accounts are the accounts in the names of assets and properties. സ്വത്തുവകകളുടെ പേരിലുള്ള അസറ്റ്സിന്റെ ആസ്തികളുടെ പേരിലുള്ള അക്കൗണ്ട്സിന് നമുക്ക് എന്ത് വിളിക്കാം? റിയൽ അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ഗുഡ് വിൽ അക്കൗണ്ട്, പേറ്റന്റ് അക്കൗണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസറ്റ്സ് ഉണ്ട്. ആ അസറ്റ്സിന്റെ പേര് പറഞ്ഞുള്ള അക്കൗണ്ടിന് നമുക്ക് റിയൽ അക്കൗണ്ട് എന്ന് പറയാം. The last category is nominal accounts. Nominal accounts are the accounts in the names of expenses or losses and incomes or gains. എക്സ്പെൻസുകളുടെയോ ചെലവുകളുടെയോ നഷ്ടങ്ങളുടെയോ പേരിലുള്ള അക്കൗണ്ട്, അതല്ലെങ്കിൽ വരുമാനം ഇൻകത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഗെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പേരുള്ള അക്കൗണ്ടിന് നമുക്ക് നോമിനൽ അക്കൗണ്ട് എന്ന് വിളിക്കാം. സോ നോമിനൽ അക്കൗണ്ട്സ് ആർ ദ അക്കൗണ്ട്സ് ഇൻ ദ നെയിംസ് ഓഫ് എക്സ്പെൻസസ് ഓർ ലോസസ് ആൻഡ് ഇൻകംസ് ഓർ ഗെയിൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ടിങ്, അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ഒറിജിൻ, ഡബിൾ എൻട്രി സിസ്റ്റം അക്കൗണ്ടിങ് എന്നാൽ എന്ത്, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്നാൽ എന്ത്, അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ഓബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ടേമുകളാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് ടേം അക്കൗണ്ട് ആയിരുന്നു. അക്കൗണ്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ടേമുകളായിരുന്നു അസറ്റ്സ്, ക്യാപിറ്റൽ, ലയബിലിറ്റി. അത് ഓരോന്നും ഡിസ്കസ് ചെയ്തു. അതിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ ടൈപ്സ് ഓഫ് അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് എന്നും ഇമ്പേഴ്സണൽ അക്കൗണ്ട് രണ്ടായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് തന്നെ ഇമ്പേഴ്സണൽ അക്കൗണ്ട്സിന് അഗെയിൻ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും തിരിച്ചിട്ടുണ്ട്. ഈ ടേമുകളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഒത്തിരി ടേംസ് നമുക്ക് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നെക്സ്റ്റ് സെഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് വീഡിയോ കേട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അധ്യാപകരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫോൺ നമ്പർ ഈ ചുവടെ ചേർക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്.